നിങ്ങൾ ഏതൊരു കോഴ്സും ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആഫ്റ്റർ യുവർ 10th അല്ലെങ്കിൽ ആഫ്റ്റർ യുവർ +2 എങ്കിൽ 3 ഫോർമാറ്റാണുള്ളത്. ഒന്ന് ഡിഗ്രി ഗ്രാജുവേഷൻ തലമാണ്, മറ്റത് ഡിപ്ലോമ തലമാണ്, മൂന്നാമത്തത് സർട്ടിഫിക്കേഷനാണ്. ഇതിൽ സർട്ടിഫിക്കേഷൻ കോഴ്സിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊഫഷണൽ ബോഡീസാണ്. അതോടൊപ്പം ഈ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് നാം ഡിഗ്രി ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ആ കോഴ്സ് പഠിക്കുന്ന സമയത്താണ് അതിൻ്റെ ഫീസ് അടയ്ക്കുന്നത്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം യു ഗെറ്റ് ദ ഗ്രാജുവേഷൻ. അതോടൊപ്പം ഡിപ്ലോമയുടെ കാര്യത്തിലും സെയിം ആണ്. ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന സമയത്താണ് ഫീസ് അടയ്ക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്ലോമ ലഭിക്കുന്നു. പിന്നീട് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സർട്ടിഫിക്കേഷൻ കോഴ്സ് അങ്ങനെയല്ല. അതായത് നിങ്ങൾ സർട്ടിഫിക്കേഷൻ കോഴ്സിൻ്റെ സമയത്ത് ഫീസ് അടയ്ക്കുന്നു. സോ ആ സർട്ടിഫിക്കേഷൻ നിങ്ങൾ നേടുന്നു. അതിനുശേഷം ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം അതിനെ റിന്യൂ ചെയ്യാൻ വേണ്ടി വീണ്ടും കാശ് അടയ്ക്കേണ്ടി വരുന്നു. സോ ഇവിടെ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് CMA USA കാര്യത്തിലും ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും CMA USA പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കാര്യം കുട്ടികളോട് പറയാറില്ല. നിങ്ങൾ CMA USA എക്സാമിനേഷൻ പാസ്സായാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം ചില സത്യസന്ധത പുലർത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാണെങ്കിൽ അവർ പറയും മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണം, അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CMA USA എന്നുള്ള ആ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആകൂ എന്ന് അവർ ഇനീഷ്യലി തന്നെ പറയേണ്ടതാണ്. അതിനുശേഷം അതായത് കുട്ടി ഈ പറഞ്ഞ എക്സാമിനേഷൻ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ പാസ്സായി പറഞ്ഞ ആ 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്നുള്ള കണ്ടീഷൻ കൂടി പുലർത്തണം എന്ന് മനസ്സിലാക്കി അതിനുശേഷം അറിയേണ്ട ഒരു കാര്യം എന്നുള്ളത് CMA USAയുടെ സർട്ടിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ മിനിമം $295 ഓരോ വർഷവും അടക്കണം എന്നുള്ളതാണ്. അതായത് ഏകദേശം 25,480 INR ഇന്ത്യൻ റുപ്പീസ് ഓരോ വർഷവും അടയ്ക്കേണ്ടിയിരിക്കുന്നു. അതായത് പ്രൊഫഷണൽ മെമ്പർഷിപ്പാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതായത് IMAയുടെ പ്രൊഫഷണൽ മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യാൻ വേണ്ടി. എങ്കിൽ മാത്രമേ നിങ്ങളുടെ CMA USA എന്നുള്ളത് നിങ്ങൾക്ക് വാലിഡായി വരികയുള്ളൂ. അതോടൊപ്പം 30 കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ CPE കൂടി ഫുൾഫിൽ ചെയ്യണം. ഇതിൽ 2 hours എത്തിക്സ് കൂടി വരുന്നുണ്ട്. സോ ഈ കണ്ടീഷൻ കൂടി ഫോളോ ചെയ്യണം. സോ ഇതിനു വേണ്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡീഷണൽ എഡ്യൂക്കേഷൻ നേടാം പേ ചെയ്ത്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വെബിനാർസും മറ്റും ഉണ്ടാകും. സോ ഈ ഒരു കോസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയണം.